ഓപ്പറേഷൻ സിന്ദൂറിൽ മുൻനിരയിലുണ്ടായിരുന്ന കേണൽ സോഫിയ ഖുറേഷി അധിക്ഷേപിച്ച മധ്യപ്രദേശ് ബി.ജെ.പി. മന്ത്രി വിജയ് ഷായ്ക്കെതിരെ കേസെടുക്കാൻ കോടതി നിർദ്ദേശം. ജബൽപൂർ ഹൈക്കോടതിയാണ് മധ്യപ്രദേശ് പോലീസ് മേധാവിയോട് മന്ത്രിക്കെതിരെ എഫ്ഐആർ ഇടാൻ ആവശ്യപ്പെട്ടത്. മന്ത്രിയെ പുറത്താക്കാൻ ബി.ജെ.പി. തയ്യാറാകണമെന്നും കേസെടുക്കണമെന്നും കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ആവശ്യപ്പെട്ടു. और जिन्होंने हमारी बेटियों के सिंदूर उजाड़े थे वही कटे पिटे लोगों को हमने उन्हीं की बहन भेज करके उनकी ऐसी की तैसी करवाई. മധ്യപ്രദേശിലെ ഇൻഡോറിൽ നടന്ന പരിപാടിക്കിടെയാണ് വിജയ് ഷായുടെ വിവാദ പ്രസംഗം. മുതിർന്ന ബി.ജെ.പി. നേതാക്കളടക്കം വേദിയിലിരിക്കെയായിരുന്നു പ്രസംഗം. ഇതിന്റെ വീഡിയോ കോൺഗ്രസ് മധ്യപ്രദേശ് അധ്യക്ഷൻ ട്വിറ്ററിൽ പങ്കുവച്ചതോടെയാണ് സംഭവം വിവാദമായത്. മന്ത്രിയെ പുറത്താക്കാൻ ബി.ജെ.പി. നേതൃത്വം തയ്യാറാകണമെന്ന് പ്രതിപക്ഷ പാർട്ടികൾ ആവശ്യപ്പെട്ടു. മധ്യപ്രദേശിലെ ബി.ജെ.പി. മന്ത്രി വിജയ് ഷായുടെ പ്രതികരണം അത്യന്തം വിഷലിപ്തമാണ്. ബി.ജെ.പിയെ ഗ്രസിച്ചിരിക്കുന്ന RSSനെ ഗ്രസിച്ചിരിക്കുന്ന മനോരോഗത്തിന്റെ ഒരു പ്രത്യക്ഷ ദൃഷ്ടാന്തമായിട്ട് വേണം ഇതിനെ കാണാൻ വേണ്ടി. ഇതിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ വിജയ് ഷായെ മന്ത്രിസ്ഥാനത്ത് നിന്ന് പുറത്താക്കുകയാണ് ചെയ്യേണ്ടത്. വിദ്വേഷ പ്രസംഗം നടത്തിയ മന്ത്രിയുടെ പേര് പരാമർശിക്കാതെ സോഫിയ ഖുറേഷിക്ക് പിന്തുണയുമായി ബി.ജെ.പി. രംഗത്തെത്തി. ഒരാഴ്ച കൊണ്ട് രാജ്യത്തിന്റെ ഐക്കണായ സോഫിയ വഡോദരയുടെ മകളും ബലഗാവിയുടെ മരുമകളും ഭാരതത്തിന്റെ അഭിമാനവുമെന്ന് ബി.ജെ.പി. ദേശീയ ജനറൽ സെക്രട്ടറി സന്തോഷ് പറഞ്ഞു. വിദ്വേഷ പ്രസംഗത്തെ അപലപിച്ച ദേശീയ വനിതാ കമ്മീഷനും ബി.ജെ.പി. മന്ത്രിയുടെ പേര് പറഞ്ഞില്ല. അവർ നമ്മുടെ സഹോദരിമാരാണെന്നും പ്രസംഗത്തെ തെറ്റിദ്ധരിക്കരുതെന്നുമാണ് വിജയ് ഷായുടെ വിശദീകരണം. നേരത്തെ വെടിനിർത്തൽ ധാരണയിലെത്തിയതിന് പിന്നാലെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയും കടുത്ത സൈബർ ആക്രമണം നേരിട്ടിരുന്നു. 24 ഡൽഹി.